ഭൂരഹിത ഭവനരഹിതരായ ഗോത്രവിഭാഗക്കാർക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഭൂമി ലാൻഡ് ബാങ്കിൽ ലഭ്യമാക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ആർ. കേളു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മപരിപാടികളുടെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് തല പദ്ധതികളുടെ ജില്ലാതല അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. SC/ST പ്രൊമോട്ടർമാർ മികച്ച രീതിയിൽ പ്രവർത്തിക്കണം. എല്ലാ SC/ST ഉന്നതികളിലേക്കും വാഹനമെത്തുന്നതിനുള്ള സൗകര്യമൊരുക്കണം. ജില്ലയിലെ ഏതെല്ലാം സങ്കേതങ്ങളിലാണ് ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകൾ ഉള്ളതെന്നും കുടിവെള്ളം, വൈദ്യുതി സൗകര്യങ്ങളില്ലാത്തതെന്നും കണ്ടെത്തി റിപ്പോർട്ട് നൽകണമെന്നും മന്ത്രി പറഞ്ഞു. സാമൂഹ്യ പഠനമുറികളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണം. എല്ലാ ഓഫീസുകളും ഈ ഓഫീസുകളിലേക്ക് മാറുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും മന്ത്രി പറഞ്ഞു. വയനാട്ടിൽ നടപ്പിലാക്കിയ ABCD പദ്ധതി എല്ലാ ജില്ലകളിലും നടപ്പിലാക്കും. ഗോത്രവർഗക്കാർക്ക് ആധികാരിക രേഖകൾ ലഭ്യമാക്കി ഡിജിറ്റൽ ലോക്കറിൽ സൂക്ഷിക്കാൻ അവസരമൊരുക്കുന്ന അക്ഷയ ബിഗ് ക്യാമ്പയിൻ ഫോർ ഡോക്യുമെന്റ് ഡിജിറ്റലൈസേഷൻ പദ്ധതിയിലൂടെ എല്ലാ കുടുംബങ്ങൾക്കും ആധികാരിക രേഖ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ സ്കൂളുകളിൽ നിന്നും പട്ടികവർഗ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പുകൾ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതിയും ജില്ലയിൽ നടപ്പാക്കുന്ന വിവിധ വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികളുടെ പുരോഗതിയും അംബേദ്കർ ഗ്രാമം പദ്ധതി, കോർപ്പസ് ഫണ്ട് വിനിയോഗം എന്നിവയും മന്ത്രി ഒ.ആർ. കേളു വിലയിരുത്തി. തൃശൂർ ജില്ലയിൽ പിന്നാക്ക വികസന വകുപ്പിന്റെ ഒരു സെൽ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. അവലോകന യോഗം എല്ലാ മാസവും തുടരുമെന്നും സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണ പരിപാടിയും മികച്ച രീതിയിൽ നടത്തണമെന്നും മന്ത്രി യോഗത്തിൽ പറഞ്ഞു. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ ജില്ലയിലെ MLA-മാരായ AC മൊയ്തീൻ, CC മുകുന്ദൻ, NK അക്ബർ, സേവ്യർ ചിറ്റ്ലപ്പള്ളി, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ, ജില്ലാതല ഉദ്യോഗസ്ഥർ, പട്ടികജാതി പട്ടികവർഗ വികസന ഓഫീസർമാർ, ITDP പ്രോജക്ട് ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു.